ഹലോ കൂട്ടുകാരെ, വൈറ്റ്ബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് MG യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BSc ഫിസിക്സിന്റെ പേപ്പർ ആയിട്ടുള്ള മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ഫിസിക്സ് ആണ്. സോ അതിൽ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്പർ സിസ്റ്റംസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ബൈനറി അരിത്മെറ്റിക് ചെയ്യുന്നത്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, വൺസ് കോംപ്ലിമെന്റ് സബ്ട്രാക്ഷൻ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് സൈൻഡ് ബൈനറി നമ്പേഴ്സ്, എങ്ങനെയാണ് അതിൻ്റെ അരിത്മെറ്റിക് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വെച്ച് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ അഡീഷൻ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. സൈൻഡ് ബൈനറി നമ്പേഴ്സ്. അപ്പോൾ നമുക്കറിയാം, ബൈനറി നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? സീറോയും വണ്ണും മാത്രം ഉപയോഗിക്കുന്ന, സീറോയും വണ്ണും മാത്രം ഡിജിറ്റ്സ് ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. അവിടെ സീറോയും വണ്ണും അല്ലാതെ മറ്റൊരു നമ്പേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്നാൽ നമുക്ക് ഈ സീറോസും വൺസും ഉപയോഗിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റത്തിനകത്ത് നമ്പറിൻ്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ആ നമ്പർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ആവശ്യമാണ്. പക്ഷേ ഈ ഒരു പോസിറ്റീവിനെയും നെഗറ്റീവിനെയും പ്ലസ്സോ മൈനസോ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എവിടെ? ബൈനറി നമ്പർ സിസ്റ്റത്തിനകത്ത്. അതുകൊണ്ട് തന്നെ പ്ലസ് ആൻഡ് മൈനസിന് വേണ്ടിയിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നമുക്ക് എവിടെ വേണം? ഈ പറഞ്ഞ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ വേണം. സോ ഒരു പോസിറ്റീവ് നമ്പറിനെ നമുക്ക് എങ്ങനെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം, ഒരു നെഗറ്റീവ് നമ്പറിനെ എങ്ങനെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു പോർഷനകത്ത് പഠിക്കുന്നത്. സോ മെയിൻലി നമുക്ക് ഈ ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് 3 സ്കീംസ് ആണുള്ളത്. അതിൽ ആദ്യത്തേതെന്ന് വെച്ചാൽ സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്പർ, രണ്ടാമത്തേത് വൺസ് കോംപ്ലിമെന്റ് ഫോം, മൂന്നാമത്തേത് ടൂസ് കോംപ്ലിമെന്റ് ഫോം. അപ്പോൾ ഇത് ഓരോന്നും എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്പർ ആണ്. സോ എന്താണ് സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്പർ എന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നമ്മളൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നതായിരിക്കും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സൈൻ, ഒരു നമ്പറിൻ്റെ സൈൻ എന്താണെന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു നമ്പറിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡ്, ഏറ്റവും ലാസ്റ്റ് ലെഫ്റ്റിലുള്ള ബിറ്റിനെയാണ് നമ്മൾ ഒരു നമ്പറിൻ്റെ സൈനിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ജനറലി ഈ ഒരു സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്പർ എന്ന് പറയുന്ന സ്കീമിൽ 0 എന്ന് പറയുന്നതാണ് നമ്മൾ പോസിറ്റീവ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് 1ഉമാണ്. ഓക്കെ, അപ്പോൾ സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്പർ എന്ന് പറയുന്ന സ്കീമിനകത്ത് നമ്പറിൻ്റെ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിനെയാണ് സൈൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഏറ്റവും ലെഫ്റ്റിൽ നമ്മൾ 0 ഇട്ട് കൊടുക്കും, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഏറ്റവും ലെഫ്റ്റിൽ നമ്മൾ 1 ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 8-bit സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് +13. അതായത് 13 എന്ന് പറയുന്നത് +13 ആണ്. അതായത് പോസിറ്റീവ് 13. ഈ പോസിറ്റീവ് 13ന്റെ 8 ബിറ്റ് വെച്ചിട്ടുള്ള സൈൻ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? അപ്പോൾ ടോട്ടൽ 8 ബിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ 8 ഡിജിറ്റ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ 8 ബിറ്റ് ഉള്ള +13 എന്ന് വെച്ചാൽ 13ന്റെ ബൈനറി ഈക്വലന്റ് ആണ് 1101 എന്നുള്ളത് ആണല്ലോ. ഈ 1101നെ നമുക്ക് 8 ബിറ്റ്സ് ആക്കി എഴുതണം. അതായത് ലെഫ്റ്റിലോട്ട് 0 ഇട്ട് കൊടുത്താൽ പോരെ. ഇവിടെ ഇപ്പം ഇത് മൊത്തം ഇത്ര ബിറ്റ് ഉണ്ട്, 4 ബിറ്റ് ഉണ്ട്. ഇതിന്റെ കൂടെ ലെഫ്റ്റിലോട്ട് ഒരു 4 zeros കൂടി ഇട്ട് കൊടുത്താൽ എന്തായി? നമ്മുടെ 8 ബിറ്റായി ടോട്ടല്. പക്ഷേ നമ്മൾ ആ സീറോസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ നോക്കിയേ, 00001101 എന്നുള്ളതാണ് നമ്മുടെ 8-bit 13ന്റെ റെപ്രസെൻറ്റേഷൻ. പക്ഷെ ഇത് മാത്രം പോരാ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് +13 ആണ്. അപ്പം സൈനിനെ റെപ്രസെന്റ് ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്? നമ്പറിന്റെ ഏറ്റവും ലെഫ്റ്റ് ബിറ്റ്, ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഇതാണല്ലോ, ആദ്യത്തെ ബിറ്റ് ആണല്ലോ. അപ്പം ഇത് എന്തിട്ട് കൊടുക്കണം? പ്ലസ് ആണെങ്കിൽ 0 ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ 0 ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ എപ്പോഴും ഒരു നമ്പറിന്റെ ടോട്ടൽ 8 ബിറ്റ് ആണ്. 1 2 3 4 5 6 7 8. ഈ 8 ബിറ്റിൽ ഏറ്റവും ഫസ്റ്റ് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നതാണ് സൈനിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ബിറ്റ്. ഓക്കെ, ബാക്കി ഇത്രയും ബിറ്റ്സ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ബിറ്റ്സ് ആണ്, നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയും. എന്നാൽ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് സൈനിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഓക്കെ, അപ്പം ഇവിടെ +13 ആയത് കാരണം ഈ ബിറ്റ് എന്ന് പറയുന്നത് 0 വരും. ബാക്കി ഇത് 3 എണ്ണം 0 ഇട്ട് കൊടുത്തു. 13ന്റെ റെപ്രസെൻറ്റേഷൻ 1101 ആണ്. ഓക്കെ, അങ്ങനെ അപ്പം നമുക്ക് +13നെ ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും.
ഇനി -13 ആണെങ്കിലോ, -13 ആണെങ്കിൽ ഈ 0 എന്ന് പറഞ്ഞതിന്റെ സ്ഥാനത്ത് 1 വരും. കാരണം 0 പ്ലസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മൈനസ് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ 1 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 0യുടെ സ്ഥാനത്ത് ഇവിടെ എന്ത് വരും? 1 വരും. ബാക്കിയെല്ലാം സെയിം ആണ്, 1101. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്ലസ് ആൻഡ് -13നെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 13 മാത്രമല്ല മറ്റേത് നമ്പേഴ്സിനെ നമുക്ക് ഇതുകൂട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യാം, സെയിം മെത്തേഡ് ആണ്. ഓക്കെ, അപ്പം 8-bit സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്പറിനകത്ത് ലാർജസ്റ്റ് പോസിറ്റീവ് നമ്പർ നമുക്ക് ഈ ഒരു 8 ബിറ്റ് ഉള്ള മാഗ്നിറ്റ്യൂഡ് സൈൻ മാഗ്നിറ്റ്യൂഡ് സ്കീം ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്നത് +127ഉം ലീസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് നമ്പർ +1ഉമാണ്. ഓക്കെ, പിന്നെ ലാർജസ്റ്റ് നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്ന -127ഉം സ്മോളസ്റ്റ് നെഗറ്റീവ് നമ്പർ -1ഉം ആണ്. ഏത് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്? 8-bit സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്പർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റിന്റെ കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഈ ഒരു സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്പറിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിന്റെ സിംപ്ലിസിറ്റി ആണ്. വളരെ ഈസി അല്ലേ, നമുക്കൊരു ഡെസിമൽ നമ്പർ +13 അല്ലെങ്കിൽ -13 എന്ന് പറഞ്ഞിട്ട് അതിന്റെ 8-bit റെപ്രസെന്റേഷൻ ഇൻ സൈൻ മാഗ്നിറ്റ്യൂഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബൈനറി ഇക്വലന്റ് എഴുതിയിട്ട് അതിന്റെ ലെഫ്റ്റിലോട്ട് 0s ഇട്ട് കൊടുത്തതിന് ശേഷം ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിനെ നമ്മൾ പ്ലസ് ആണെങ്കിൽ 0യും മൈനസ് ആണെങ്കിൽ 1ഉം, അത്രയുമേ ഉള്ളൂ നമ്മുടെ സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്പർ. സോ അതിന്റെ ഈ ഒരു സിംപ്ലിസിറ്റി തന്നെയാണ് എന്ത് സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്പറിന്റെ അഡ്വാൻറ്റേജ്, മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പേഴ്സിനോട് ഐഡന്റിക്കൽ ആണ്. എന്ത് എക്സെപ്റ്റ് ആ ഒരു ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം എന്താണ് പോസിറ്റീവ് നമ്പറിനോട് തന്നെ ഐഡന്റിക്കൽ ആണ്. എന്ത് ലെഫ്റ്റ് മോസ്റ്റ് പോസിറ്റീവ് നമ്പറിനോട് തന്നെ ഐഡന്റിക്കൽ ആണ് എന്ത് നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത്. സോ അത്രയും ഉള്ളൂ എന്ത് സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്പർ. നമ്മളിപ്പോൾ സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്പർ എന്താണെന്ന് പറഞ്ഞു, അതിലെ പോസിറ്റീവ് നമ്പേഴ്സിനെ എങ്ങനെ സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്പർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു, നെഗറ്റീവ് നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഇനി നമുക്ക് പറയാനുള്ളത് 1's കോംപ്ലിമെന്റ് ഫോമും 2's കോംപ്ലിമെന്റ് ഫോമും ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് 1's കോംപ്ലിമെന്റ് ഫോം ആണ്. അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോമിൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പോസിറ്റീവ് ഇൻറ്റീജറിനെ നമ്മൾ സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്പറിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് 0 ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ എന്നാൽ ഒരു നെഗറ്റീവ് ഇൻറ്റീജറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ബൈനറി ഇക്വലന്റ് നമ്മൾ എഴുതണം. എന്നിട്ട് അതിന്റെ സൈൻ ബിറ്റ് 0 ആക്കി എഴുതണം. ദെൻ അതിന്റെ 1's കോംപ്ലിമെന്റ് ഇൻക്ലൂഡിംഗ് ദ സൈൻ ബിറ്റ് ചേർന്നിട്ടുള്ള 1's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് -9 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് നമ്പറിന്റെ 1's കോംപ്ലിമെന്റ് സ്കീം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്, 1's കോംപ്ലിമെന്റ് ഫോം. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കിയേ. അപ്പോൾ 9 ആദ്യം നമ്മൾ -9 എന്നുള്ളത് അവിടെ വെക്കുക, 9ന്റെ ബൈനറി ഇക്വലന്റ് എഴുതുക. 9ന്റെ ബൈനറി ഇക്വലന്റ് എന്താണ്? 1001 ആണ് ആണല്ലോ, അതാണ് 9ന്റെ ബൈനറി ഇക്വലന്റ്. ഇനി -9നെ 1's കോംപ്ലിമെന്റ് ഫോമിലാണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ 9ന്റെ എന്താണ്, അതായത് +9ന്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം എങ്ങനെ എഴുതുക? അതായത് +9ന്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം ആദ്യം എഴുതണം. അപ്പം 8 ബിറ്റ് ലെങ്ത്, അതിൽ 1001 ലെഫ്റ്റിലോട്ട് 0 4 ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് +9ന് ഇവിടെ 0 ആണല്ലോ. എന്നിട്ട് ഇതിന്റെ +9 എന്ന് പറയുന്നതാണ് ഇത്. അപ്പം ഇതിന്റെ 1's കോംപ്ലിമെന്റ് ആയിരിക്കും -9 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ +9ന്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം എഴുതുക, അതിനുശേഷം അതിന്റെ 1's കോംപ്ലിമെന്റ് കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ 1's കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 0 എല്ലാം 1 ആകും, 1 എല്ലാം 0 ആകും. അതായത് 1 1 1 1 0 1 1 0 നമുക്ക് കിട്ടും. അതാണ് -9ന്റെ 1's കോംപ്ലിമെന്റ് ഫോം എന്ന് പറയുന്നത്. സോ ഇത്രയും ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഏത് നമ്പർ ആണോ, ഏത് നെഗറ്റീവ് നമ്പർ ആണോ തന്നിട്ടുള്ളത് ആ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് എഴുതുക. ഇവിടെ -9 ആയിരുന്നു, 9ന്റെ ബൈനറി ഇക്വലന്റ് 1001 ആണ്. അത് കാരണം നമ്മൾ അതിനെ അങ്ങനെ എഴുതി. ഇനി നമുക്ക് -9ന്റെ 1's കോംപ്ലിമെന്റ് കണ്ടെത്താൻ ആദ്യം ചെയ്യേണ്ടത് +9ന്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം എഴുതുക. അതായത് അതിങ്ങനെയാണ് എഴുതുക, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നിട്ട് +9 ആയത് കാരണം ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് 0 ആണ്. ഇനി ഈ കിട്ടിയതിന്റെ 1's കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് -9 കിട്ടും. അതാണ് 11110110 എന്ന് വരും. അപ്പൊ അത്രയും ഉള്ളൂ നമുക്ക് 1's കോംപ്ലിമെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു നെഗറ്റീവ് നമ്പറിന്റെ നെഗറ്റീവ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക.
ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൂസ് കോംപ്ലിമെന്റ് സ്കീമാണ്. അപ്പൊ ടൂസ് കോംപ്ലിമെന്റ് സ്കീമിൽ എന്താണ് സൈൻ മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് നമ്പർ നമുക്ക് വൺസ് കോംപ്ലിമെന്റ് ഫോം ആയാലും ടൂസ് കോംപ്ലിമെന്റ് ഫോം ആയാലും പോസിറ്റീവ് നമ്പേഴ്സിനെ നമ്മൾ സൈൻ മാഗ്നിറ്റ്യൂഡ് സ്കീമിൽ ചെയ്യുന്ന അതേ സെയിം പ്രൊസീജിയർ ആണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എന്നാൽ നെഗറ്റീവ് നമ്പർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റം വരുന്നത്. വൺസ് കോംപ്ലിമെന്റ് ഫോമിൽ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇപ്പം -9 എന്ന് പറയുന്ന ഒരു നമ്പർ ആണെങ്കിൽ 9ന്റെ ബൈനറി ഈക്വലന്റ് എടുത്ത് എഴുതുക. അതിനുശേഷം +9നെ അതിനകത്തെ എന്താണ് സൈൻ മാഗ്നിറ്റ്യൂഡ് സ്കീമിനകത്ത് എങ്ങനെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അത് എഴുതുക. അതിനുശേഷം അതിന്റെ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് -9 കിട്ടും. അതായത് +9ന്റെ എന്താണ് വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചാൽ -9 കിട്ടും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ടൂസ് കോംപ്ലിമെന്റ് സ്കീമിൽ അതേ സെയിം പ്രൊസീജിയർ ആണ്. ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഇപ്പൊ -9 തന്നെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. -9നെ ടൂസ് കോംപ്ലിമെന്റ് സ്കീമിലാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ -9 എന്ന് പറയുന്ന നമ്പറിന്റെ ബൈനറി ഈക്വലന്റ് ആദ്യം എടുത്ത് എഴുതുക. അതിനുശേഷം +9നെ സൈൻ മാഗ്നിറ്റ്യൂഡ് സ്കീമിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. അതിനുശേഷം അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് കണ്ടെത്തിയാൽ മതി. ടൂസ് കോംപ്ലിമെന്റ് കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം വൺസ് കോംപ്ലിമെന്റ് കാണണം. എന്നിട്ട് ആ കിട്ടിയ വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ 1നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത് ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അതായിരിക്കും -9 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ഉള്ളൂ നമ്മുടെ ടൂസ് കോംപ്ലിമെന്റ് ഫോം. ഒരു എക്സാമ്പിളൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. അപ്പൊ ഇതൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മുൻപുള്ള വൺസ് കോംപ്ലിമെന്റ്, ടൂസ് കോംപ്ലിമെന്റ്, ബൈനറി അഡീഷൻ പോലെയുള്ള മുൻപ് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് കണ്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വൺസ് കോംപ്ലിമെന്റ് കണ്ടെത്തുക, ടൂസ് കോംപ്ലിമെന്റ് കണ്ടെത്തുക എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് ചെക്കൗട്ട് ചെയ്ത് അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കണ്ട് പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇച്ചിലൂടെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇച്ചിലൂടെ മനസ്സിലാവുകയും ചെയ്യും. അതറിയാതെ നിങ്ങൾ ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. ഓക്കെ, അപ്പം അതാണ് ടൂസ് കോംപ്ലിമെന്റ് ഫോം എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മുടെ ബൈനറി ഈക്വലന്റ് നമ്പറിന്റെ എഴുതുക. അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ള ആ നമ്പറിന്റെ എന്താണ് സൈൻ മാഗ്നിറ്റ്യൂഡ് രീതിയിൽ അതിന്റെ പോസിബിൾ ഇപ്പൊ -9 ആണെങ്കിൽ +9ന്റെ സൈൻ മാഗ്നിറ്റ്യൂഡ് എഴുതുക. അതിനുശേഷം അതിന്റെ ടൂസ് കോംപ്ലിമെന്റ് കണ്ടെത്തുക. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത് നെഗറ്റീവ് ബൈനറി നമ്പർ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കി -9നെ എങ്ങനെ ടൂസ് കോംപ്ലിമെന്റ് ഫോമിൽ 8 ബിറ്റ് ലെങ്തിൽ എഴുതാമെന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ -9 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. 9ന്റെ ബൈനറി ഈക്വലന്റ് 1001 ആണ്. +9നെ സൈൻ മാഗ്നിറ്റ്യൂഡിൽ നമ്മൾ എഴുതി. എങ്ങനെയാണ് 00001001 എന്ന് എഴുതി. ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് 0 ആണ്, +9 എന്നാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് 0 ആക്കി. ഇനി ഇതിന്റെ ടൂസ് കോംപ്ലിമെന്റ് കണ്ടെത്തിയാൽ മതി. ടൂസ് കോംപ്ലിമെന്റ് കണ്ടെത്താൻ എന്ത് ചെയ്യണം? ആദ്യം വൺസ് കോംപ്ലിമെന്റ് കാണണം. അതിന്റെ കൂടെ 1നെ ആഡ് ചെയ്യണം. അപ്പൊ വൺസ് കോംപ്ലിമെന്റ് കാണാൻ സീറോസ് എല്ലാം മാറ്റി 1 ആക്കിയാൽ മതി. അപ്പം 1 മാറ്റി 0 ആക്കണം. അപ്പം 1 1 1 1 0 1 1 0 എന്ന് നമുക്ക് കിട്ടും എന്ത് വൺസ് കോംപ്ലിമെന്റ്. അതിന്റെ കൂടെ 1നെ ആഡ് ചെയ്യണം. അങ്ങനെ 1നെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 1 1 1 0 1 1 0 +1 ചെയ്യുമ്പം 0 + 1 1. ബാക്കിയെല്ലാം സെയിം അല്ലേ? ഇവിടെ 1 1 0 1 1 1 1 സെയിം അല്ലേ? അപ്പം 1 1 1 1 0 1 1 1 എന്ന് നമുക്ക് കിട്ടും എന്താ -9. ആ കിട്ടുന്നതാണ് നമ്മുടെ -9. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും ഉള്ളൂ എന്ത് സൈൻ മാഗ്നിറ്റ്യൂഡ് നമ്പർ, പിന്നെ വൺസ് കോംപ്ലിമെന്റ് ഫോം, ടൂസ് കോംപ്ലിമെന്റ് ഫോം എന്ന് പറയുന്നത്. ഈസി അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ സൈൻഡ് ബൈനറി അരിത്മെറ്റിക് ആണ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തു തരാം. അപ്പം ഇത് നിങ്ങൾ നല്ലപോലെ പഠിക്കണം. ഈ പറഞ്ഞ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള ബൈനറി അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ബൈനറി സബ്ട്രാക്ഷൻ യൂസിങ് വൺസ് കോംപ്ലിമെന്റ് ആൻഡ് ടൂസ് കോംപ്ലിമെന്റ് ഫോം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലംസ് ബി പാർട്ടിലായാലും സി പാർട്ടിലായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ ഡിസ്കസ് ചെയ്ത സൈൻഡ് ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതിന്റെ അരിത്മെറ്റിക് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതൊന്നും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ വെടുപ്പായിട്ട് പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിട്ട് പോവുക. നല്ലപോലെ പഠിച്ചിട്ട് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആൻസർ തെറ്റത്തില്ല. നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് തന്നെ ആൻസർ ഷീറ്റിൽ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും നല്ലപോലെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ പറയുക. പിന്നെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം. കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും നല്ലപോലെ പഠിക്കുക. താങ്ക് യു.